ഹായ് ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ രവീന്ദ്രന്റെ രക്ഷകരായിട്ട് രേവതി മാറുമ്പോൾ അവിടെ ഇപ്പോഴും വർഷ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ താൻ കാരണമാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു കുറ്റബോധമേ വർഷയ്ക്കില്ല. എന്തോ പറ്റി അല്ലെങ്കിൽ അച്ഛന് ഞാൻ കാരണമല്ല ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, പൈസയുടെ ഒരു അഹങ്കാരമാണ് വർഷ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതിയുടെ പൈസ തട്ടിയെടുത്തിട്ട് പോയ ആ ഒരു രംഗം, അന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ടു പോയത് കുറച്ച് കള്ളന്മാരാണ് എന്ന് എല്ലാവരോട് പറഞ്ഞപ്പോഴും അതൊന്നും വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല. എന്നാൽ ആ ഒരു സംഭവത്തിന്റെ തെളിവ് സഹിതം ആ ഒരു പ്രതികളെ ഇന്ന് പിടികൂടാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ആ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് പോകുന്നതും സച്ചിയാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പ്രതികളെ കണ്ടുപിടിക്കാനായിട്ട് സച്ചിക്ക് എങ്ങനെ സാധിച്ചു, അതിലോട്ട് നയിച്ച സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വർഷയോട് ശ്രീകാന്ത് പറയുവാണ്, നീ അച്ഛനോട് സോറി പറയണം, അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അച്ഛനോട് സോറി പറയണം എന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി വർഷ സോറി പറഞ്ഞു. എന്നിട്ട് അതേപോലെ തന്നെ വർഷ ദേഷ്യത്തോടു കൂടി അകത്ത് വന്നിരുന്നു. വർഷയ്ക്ക് മനസ്സിൽ സച്ചിയോടുള്ള ദേഷ്യമാണ്. സച്ചി എന്തോ വലിയൊരു തെറ്റ് ചെയ്തു, സച്ചി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, താൻ നാണം കെടേണ്ടി വന്നത് സച്ചി കാരണമാണ് എന്നൊക്കെ വർഷ ചിന്തിക്കുവാണ്. പക്ഷെ അവിടെ താൻ കാരണമാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് എന്ന് വർഷ ചിന്തിക്കുന്നില്ല. അതിലും ഒരു നെഗറ്റീവായിട്ട് ആ ഒരു വലിയൊരു പ്രശ്നം വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്, അങ്ങനെയാണ് വർഷ ചിന്തിച്ചെടുക്കുന്നത്. എന്നാൽ ശ്രീകാന്തിന് മനസ്സിലായി, ഒരിക്കലും വർഷ ഇത് ആത്മാർത്ഥമായിട്ട് അച്ഛനോട് സോറി പറഞ്ഞതല്ലെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് നേരെ റൂമിൽ വന്നിട്ട് വർഷയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. വർഷ, നീ ഒരിക്കലും അച്ഛനോട് മനസ്സറിഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചതല്ല, ഇപ്പോഴും നിനക്ക് അച്ഛനോട് ദേഷ്യമുണ്ട്. നീ ഒരിക്കലും നീ ചെയ്തത് തെറ്റാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നീ പോയി ക്ഷമ ചോദിച്ചതാണ്, അല്ലാതെ നീ മനസ്സറിഞ്ഞ് ചോദിച്ചതല്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, ഞാൻ മനസ്സറിഞ്ഞു തന്നെയാണ് ശ്രീകാന്തെ ചോദിച്ചത്, ഇപ്പൊ നിനക്ക് എന്താ കുഴപ്പം, അല്ലെങ്കിൽ നീ എന്തിനാ ചുമ്മാ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത് എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞത്, നിനക്ക് പൈസയുടെ ഹുങ്കാണ്, നിനക്ക് പൈസയുടെ അഹങ്കാരമാണ്, നീ ചെയ്തത് തെറ്റാണെന്ന് ഒന്നും നിനക്ക് തോന്നുന്നില്ല, നിനക്ക് എന്തിൻ്റെയോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുവാണ് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതിൻ്റെ പേരിൽ വർഷ വഴക്കുണ്ടാക്കി. മാത്രമല്ല, അവിടെ ഇരുന്ന തൻ്റെ ബാഗ് എടുത്ത് ശ്രീകാന്തിനെ നേരെ എടുത്തെറിഞ്ഞു. അപ്പോൾ അത് എറിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വന്നു. ശ്രീകാന്തും ആ ബാഗ് എടുത്ത് വർഷയ്ക്ക് നേരെ എറിഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ചെറിയ വഴക്കായി. വർഷ ഒരു സ്പ്രേ കുപ്പി എടുക്കുമ്പോൾ ശ്രീകാന്ത് വലിയൊരു ബോട്ടിലെടുത്തു, വെള്ളത്തിന്റെ ബോട്ടിലെടുത്തു. അങ്ങനെ പരസ്പരം എറിയാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അങ്ങനെ ഈ പ്രശ്നം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയും ചെന്നെത്തത്തില്ല എന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും അടിയറവ് വെച്ചു. അങ്ങനെ വർഷയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രീകാന്ത് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആക്കി. പക്ഷെ ഇപ്പോഴും വർഷയ്ക്ക് സച്ചിയോടുള്ള ദേഷ്യം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ ഉറക്കമെണീറ്റ് അവിടെ രവീന്ദ്രന് വേണ്ടിയിട്ട് രേവതി ചായ കൊണ്ടു കൊടുത്തു, കോഫി കൊടുത്തു. രേവതിയുടെ കയ്യിൽ നിന്നും രവീന്ദ്രൻ സന്തോഷത്തോടു കൂടി വാങ്ങിച്ചു കുടിക്കുന്ന സമയത്താണ് ഒരു ഫോൺ ബെല്ലടിക്കുന്നത് രവീന്ദ്രന്റെ ഫോണിലോട്ട്. അപ്പോൾ രേവതി പോയി ഫോൺ എടുത്തു. അപ്പോൾ അച്ചമ്മയാണെന്ന് മനസ്സിലായി. അങ്ങനെ അച്ചമ്മയോട് സംസാരിക്കുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി വിളിക്കാത്ത പരിഭവവും അച്ചമ്മ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രവീന്ദ്രൻ എങ്ങനെയുണ്ട്, രവിക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോഴാണ് രേവതി അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ തന്നെ രവീന്ദ്രൻ വിലക്കി, മോളെ പറയരുത്, മിണ്ടാതിരിക്കുന്നു പറഞ്ഞപ്പോൾ രേവതി അത് വേറെ രീതിയിൽ കൊണ്ടെത്തിച്ചു. അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഓക്കെയാണ്, ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി വന്നു. അച്ഛമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ സച്ചി ഉടനെ തന്നെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു, സംസാരിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ രവീന്ദ്രൻ എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തിയപ്പോൾ രേവതിയുടെ കഴുത്തിൽ സച്ചി പറഞ്ഞ വാക്ക് പാലിച്ചു. രേവതിയുടെ കഴുത്തിൽ ആ ഒരു സ്വർണ്ണ മാല വാങ്ങിച്ച് അണിഞ്ഞു കൊടുത്തു. അതും കല്യാണമാക്കി മാറ്റി. ആ കല്യാണ ഫോട്ടോയൊക്കെ എടുത്തത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്നൊക്കെ അച്ഛമ്മ പറയുകയും രവിയുടെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം പറയാനായിട്ട് സച്ചി വന്നു. പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ തടഞ്ഞു.
അപ്പോൾ തന്നെ അച്ഛനെ ഇത് ഫുൾ ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ് സച്ചി തടി തപ്പി. മാത്രമല്ല അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു. എന്തായാലും ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. നീ അന്ന് നമ്മൾ ഇവിടെ വെച്ച് പൊങ്കലിനെടുത്ത ഫാമിലി ഫോട്ടോ ഇല്ലേ, ആ ഫാമിലി ഫോട്ടോയും കൂടാതെ നിന്റെയും രേവതിയുടെയും കല്യാണ ഫോട്ടോയും കൂടി ചേർത്തിട്ട് എനിക്കൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരണമെന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കിവിടെ എത്തിക്കണം എന്ന് അച്ചമ്മ പറഞ്ഞു. അത് കേട്ടപാടെ തന്നെ സച്ചി സമ്മതിക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നി. അതിനുശേഷം സച്ചി ഈ കാര്യങ്ങൾ രവീന്ദ്രനെ അറിയിച്ചു. അപ്പോൾ രവിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും ഫോട്ടോ ഫ്രെയിം ചെയ്യുമല്ലേ, അപ്പോൾ ആ ഫോട്ടോ ഇതുപോലെ ഒരെണ്ണം കൂടി എനിക്കും കൂടി ചെയ്യണം, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നീ അതുപോലെ തന്നെ നിന്റെ കല്യാണ ഫോട്ടോയും അല്ലാതെ ഈ ഫാമിലി ഫോട്ടോ ഒരുമിച്ച് വേറൊരെണ്ണവും കൂടി കോപ്പി എടുത്ത് ഫ്രെയിം ചെയ്ത് കൊണ്ടുപോവാ, നമുക്കിവിടെ ചുമരിൽ തൂക്കാമെന്ന് രവീന്ദ്രൻ പറയുകയും അത് കേട്ടപാടെ തന്നെ ചന്ദ്രമതിക്ക് വീണ്ടും കലിതുള്ളി. ചന്ദ്രമതി പറഞ്ഞു, അതെന്തിനാ ചുമ്മാ ഈ ഫോട്ടോകളെല്ലാം കൊണ്ട് ഈ ചുമരിൽ തൂക്കിയിടുന്നത്, എന്തിനാ ചുമര് വെറുതെ വൃത്തികേടാക്കുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപാടെ തന്നെ രവീന്ദ്രൻ തിരിച്ച് ചന്ദ്രമതിയോട് ചോദിച്ചു. അതിന് ഒരു കാരണമുണ്ട്. ഇവിടെ മിക്ക ദിവസങ്ങളും വഴക്കാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി നിൽക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ വഴക്ക് നിർത്തും, ഇങ്ങനെ ഒത്തൊരുമയോടെ പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പറഞ്ഞത്, ഇവിടെ വഴക്കുണ്ടാക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം, സച്ചിയും രേവതിയാണെന്ന് പറഞ്ഞു. പിന്നാലെ സച്ചി മറുപടി പറയാനായിട്ട് പോയപ്പോൾ അവിടെ സച്ചിയെ രവീന്ദ്രൻ തടഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാ അമ്മ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫോട്ടോ തൂക്കാനായിട്ട് പോകുമ്പോൾ ആദ്യം കല്യാണ ഫോട്ടോ തൂക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെയും ഇടങ്കോലിട്ടു. ഈ ഫോട്ടോ തൂക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴാണ് രേവതി പറഞ്ഞത്, അത് വേറൊന്നുമല്ല സച്ചേട്ടാ, നമ്മൾ രണ്ടുപേരും ആ ഫോട്ടോയിലുള്ളതാണ് അമ്മയുടെ പ്രശ്നം എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അതിന് നല്ല മറുപടി കൊടുക്കുകയും സച്ചി ചെയ്യുകയും മറുപടി കൊടുത്തു. എന്തായാലും രവീന്ദ്രൻ പറഞ്ഞു, നീ നല്ല കോപ്പി എടുത്തുകൊണ്ട് വാ, ഇവിടെ തൂക്കാം, എന്തായാലും നീ വേറെ ആരുടെയും വാക്ക് കേൾക്കട്ട. അങ്ങനെ സച്ചി ഈ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പോൾ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള തനിക്ക് പരിചയമുള്ള ഒരു കടയുണ്ട്, ആ കടയിൽ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത്. അപ്പോൾ സച്ചിയുടെ മനസ്സിൽ ഈ ഒരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാം, സന്തോഷിക്കാം. പക്ഷേ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് പോയപ്പോഴാണ് സച്ചിയെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ സച്ചി അറിഞ്ഞത്. അപ്പോഴാണ് തെളിവ് സഹിതം ആ സത്യങ്ങൾ സച്ചി തിരിച്ചറിഞ്ഞത്. ആ ഒരു സ്റ്റുഡിയോയിൽ പോയി എന്നിട്ട് ഫോട്ടോ കൊടുത്തു. എന്നിട്ട് തൻ്റെ കല്യാണ ഫോട്ടോയാണെന്നൊക്കെ പറഞ്ഞ് ഫ്രെയിം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അത് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഫാമിലി ഫോട്ടോ കാണിച്ചു. ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ആ ഓരോ അംഗങ്ങളെ നോക്കിയപ്പോൾ ചന്ദ്രമതിയുടെ മുഖം പെട്ടെന്ന് അയാൾക്ക് തെളിഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ ഇത് നിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ നിനക്ക് പരിചയപ്പെട്ട ആരെങ്കിലും ആണോ, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. എന്നാൽ നീ എന്താ ഇങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വെറുതെ ഒന്നുമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ അയാളുടെ ആ ഒരു മുഖത്ത്, തൻ്റെ സുഹൃത്തല്ലേ, അപ്പോൾ സുഹൃത്തിൻ്റെ മുഖത്തെ പന്തികേട് കണ്ടപ്പോൾ സച്ചി ആവർത്തിച്ച് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, നിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും എപ്പോഴെങ്കിലും പൈസ കളഞ്ഞു പോയിട്ടുണ്ടോ, പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? സച്ചി പറഞ്ഞു, അതെ, കുറച്ച് ദിവസം മുൻപ് അമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് ബൈക്കിൽ വന്ന് ആരോ തട്ടിയെടുത്തുകൊണ്ട് പോയതാണെന്നാണ് എന്നോട് അമ്മ പറഞ്ഞത്. എന്നാൽ ഉടൻ തന്നെ അയാൾ പറയുകയുണ്ടായി, സച്ചി എൻ്റെ മുന്നിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, നീ ആ വീഡിയോ കണ്ടു നോക്കാം, എൻ്റെ സ്റ്റുഡിയോയുടെ മുന്നിലുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞതാണെന്ന് പറഞ്ഞ് അയാൾ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും ആ ബൈക്കിൽ രണ്ടുപേര് വന്ന് പൈസ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. സച്ചിക്ക് ഭയങ്കര ഷോക്കായി പോയി. ഇത് ഇവരുടെ മുഖം തെളിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ഒരു സ്റ്റുഡിയോയുടെ പുറകിലും ഒരു ക്യാമറയുണ്ട്, ആ പുറകിലെ ക്യാമറയിൽ പതിഞ്ഞത് നീ നോക്ക് എന്ന് പറഞ്ഞ് സച്ചിക്ക് ആ ക്യാമറ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ബൈക്കിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം ആ ഒരു മാസ്ക് മാറ്റിയപ്പോൾ ആന്റണിയും മറ്റ് ഹെൽമറ്റ് മാറ്റിയപ്പോൾ ശരത്തും, അന്ന് ഈ പൈസ തട്ടിക്കൊണ്ട് പോയിട്ട് ആന്റണി കർച്ചീഫ് മാറ്റി, ശരത്ത് ഹെൽമറ്റൊക്കെ മാറ്റിയിട്ട് ആന്റണിയോട് ശരത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ രംഗമാണ് അതിൽ പതിഞ്ഞത്. ഉടനെ തന്നെ സച്ചിക്ക് മനസ്സിലായി അന്ന് പൈസ തട്ടിക്കൊണ്ടുപോയത് ആന്റണിയും ശരത്തും ആണെന്ന് മനസ്സിലായി. എന്നാൽ ഇത് നീ വേറെ ആരെങ്കിലും കാണിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പോലീസുകാർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ല, ഞാനായിട്ട് അങ്ങോട്ട് പറയാനും പോയില്ല, എന്തിനാ വെറുതെ ഇങ്ങനെ ഊരാക്കൂടി കൊണ്ടാക്കിയിടുന്നത് എന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ നീ ആരോടും പറയണ്ട, ഇതെന്തായാലും നീ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ഇത് ആരോടും പറയരുത് എന്ന് സച്ചി വിലക്കി. എന്നിട്ട് ആ വീഡിയോ തൻ്റെ ഫോണിലോട്ട് അയച്ചു തരാനും ആവശ്യപ്പെട്ടു. ശരിയെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയും ചെയ്തു. സച്ചി നേരെ കാറെടുത്ത് പോയത് അവിടെ രേവതിയുടെ വീട്ടിലേക്കാണ്.
ദേവു ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു, ലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി ലക്ഷ്മിയോട് സംസാരിച്ചു, ദേവുവിനോടും സംസാരിച്ചു. ഇപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും അച്ഛൻ്റെ സുഖവിവരങ്ങളും ആ ഒരു കല്യാണ ഫോട്ടോയൊക്കെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പോഴും ലക്ഷ്മിയോട് ശരത്തിൻ്റെ കാര്യങ്ങളെ പറ്റി പറയണമെന്ന് സച്ചി വിചാരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് സച്ചി പോയത്. അപ്പോൾ ശരത്ത് അവിടെ ഇല്ലായിരുന്നു. ഇപ്പം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് സച്ചിക്ക് അറിയത്തില്ല. അങ്ങനെ ശരത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ശരത്ത് ജോലിക്ക് പോകുന്നുണ്ട്, നല്ലപോലെ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം മകനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് സച്ചി മനസ്സിൽ വിചാരിച്ചു. ശരത്ത് നല്ലപോലെ പഠിക്കുകയാണ്, അവൻ നന്നായി നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഒരു ആശ്വാസമായേനെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ സച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോയി. അത്രത്തോളം ശരത്തിനെ അവർ വിശ്വസിക്കുമ്പോൾ ശരത്ത് അത്രത്തോളം ക്രൂരതകളാണ് അവരോട് കാണിക്കുന്നത്, ചതിയാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കുക? സച്ചി തെളിവ് സഹിതം സത്യങ്ങൾ അവരോട് പറയുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.